ഓൾറെഡി പഠിച്ചൊരു പോർഷനാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം. സോ ഫംഗ്ഷനെ പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റും ബൈനറി റിലേഷൻസും ഒക്കെ പഠിച്ചു. ഇനി കുറച്ച് റിലേഷൻസിൻ്റെ പോർഷൻസ് ആഫ്റ്റർ ഫങ്ഷൻസിന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ രണ്ട് സെറ്റിനെ കൺസിഡർ ചെയ്യുക, എക്സും വൈയും എന്ന് വിചാരിക്കുക. ആ എക്സും വൈയും തമ്മിലുള്ളൊരു റിലേഷൻ, അതായത് എക്സും വൈയും തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ആ ഒരു റിലേഷനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ സിംപ്ലി പറയുകയാണെങ്കിൽ, ഞാനിവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. ഹിയർ ഞാനൊരു മെഷീൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു ഇൻപുട്ട് കൊടുക്കുന്നു. ഈ മെഷീൻ എന്തൊക്കെയോ അതിൽ പെർഫോം ചെയ്യുന്നു. എനിക്ക് എന്ത് കിട്ടുന്നു? ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഫങ്ഷൻ. ഈ ഒരു മെഷീൻ ചെയ്യുന്ന ഒരു വർക്ക്, ആ വർക്കാണ്, ആ മെഷീൻ്റെ ഒരു ഫങ്ഷൻ കാണുമല്ലോ. സോ അതായിരിക്കും ആ ഒരു ഏരിയയിൽ പെർട്ടിക്കുലർ ഫങ്ഷൻ. സിംപ്ലി പറയുകയാണെങ്കിൽ, ഒരു ഫംഗ്ഷന് ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അന്നേരം ആ ഇൻപുട്ടിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തി നമുക്ക് ആവശ്യമുള്ളൊരു ഔട്ട്പുട്ട് തരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫോർ നോൺ എം ടി സെറ്റ്സ് എക്സ് ആൻഡ് വൈ, രണ്ട് നോൺ എം ടി സെറ്റ് ഉണ്ട്, എക്സ് ആൻഡ് വൈ. എ ഫംഗ്ഷൻ മാപ്പിംഗ് ഫ്രം എക്സ് ടു വൈ ഡിനോട്ടഡ് ബൈ എഫ് എക്സ് ടു വൈ. സോ അന്നേരം ഒരു ഫംഗ്ഷനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സ്മോൾ എഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് കൊടുക്കുന്നു. അതിനുശേഷം എക്സ് ടു വൈ, എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു റിലേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. സച്ച് ദാറ്റ് ഇഫ് ടു പേഴ്സ് എക്സ് വൈ ആൻഡ് എക്സ് കോമ വൈ ഡാഷ് എസ് ആൻ എലമെൻറ്റ്, രണ്ട് എലമെൻറ്റ്സിനെ കൺസിഡർ ചെയ്യുക, എക്സ് വൈയും എക്സ് വൈ ഡാഷും, രണ്ട് എലമെൻറ്റ്സിനെ കൺസിഡർ ചെയ്യുക. ഇത് രണ്ടും ഒരു ഫംഗ്ഷൻ്റെ എലമെൻറ്റ്സ് ആണെങ്കിൽ വൈയും വൈ ഡാഷും സെയിം ആണെന്ന് പറഞ്ഞേക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതൊരു ഫംഗ്ഷൻ, എൻ്റെ എക്സാമ്പിളാണ് ABCD 1 2 3 4 5 എന്ന് വിചാരിക്കുക. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്ക് 1 റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ബിക്ക് 5 സിക്ക് 2 ഡിക്ക് 3 ദിസ് ഈസ് പോസിബിൾ. എക്ക് 1 2 3 4 അങ്ങനെ ഓരോന്നിലോട്ടും പറ്റും. അതായത് ABC. പക്ഷേ അറ്റ് എ ടൈം, ഒരേ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്ക് 1 എക്ക് 2, അതായത് ഇതിന് രണ്ട് റിലേഷൻ, അതായത് എക്ക് 1 2 അറ്റ് എ ടൈം പറ്റില്ല. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5. സോ അങ്ങനെയുള്ളതാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, എക്ക് 1 പറ്റും, ഓക്കെ, 1 അന്നേരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്ക് 2 കൊടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിന് അതായത് ഈ എക്സിലെ ഒരു എലമെൻറ്റിന് രണ്ട് റിലേഷൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയില്ല, ഫങ്ഷൻ എന്ന് പറയില്ല. സോ അന്നേരം ഇത് പറഞ്ഞിരിക്കുന്ന അതാണ്, വൈയും വൈ ഡാഷ് രണ്ട് എലമെൻറ്റ് വന്നു, എക്സിന് വൈയിലോട്ടും എക്സിന് വൈ ഡാഷിലോട്ടും റിലേഷൻ വന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊരിക്കലും ഒരു ഫംഗ്ഷൻ ആവത്തില്ല. എപ്പോഴേ ഫംഗ്ഷൻ വൈ അങ്ങനെ ഫംഗ്ഷൻ ആണെന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം വൈയും വൈ ഡാഷും സെയിമാണ്, ഒരേ കാര്യം തന്നെ പറഞ്ഞേക്കുന്നതെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന ഫംഗ്ഷൻ എന്താണെന്ന്. ഇനി ഫംഗ്ഷനകത്ത് പഠിക്കാനുള്ള രണ്ട് കാര്യം, റേഞ്ച് ആൻഡ് ഡൊമെയിൻ. ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം, അതായത് എക്സ് ടു വൈ, എക്സിൽ നിന്ന് വൈയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എക്സിലെ എലമെൻസിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പം ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ABCD. സോ ദാറ്റ് ഈസ് എ ഡൊമൈൻ. ഇനി റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ വൈയിലെ എലമെൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ വൈയിലെ ഏത് എലമെൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഫുൾ എലമെൻറ്റ്സ് വരത്തില്ല. അതായത് ഡൊമൈനിൽ നിന്ന് നമുക്ക് ഈ വൈയിലോട്ട് റിലേഷൻ വന്ന എലമെൻറ്റ്സ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. എന്താണ്, ഡൊമൈനിൽ നിന്ന് വൈയിലോട്ട് റിലേഷൻ വന്ന എലമെൻറ്റ്സ് ഏതിനൊക്കെ വന്നു, ഡിയിൽ നിന്ന് 1 വന്നു, സിയിൽ നിന്ന് 5 വന്നു, എയിൽ നിന്ന് 3 ബിയിൽ നിന്ന് 3 വന്നു. സോ അപ്പോൾ 1 3 5. സോ ദാറ്റ് ഈസ് ദ റേഞ്ച്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, എക്ക് രണ്ട് റിലേഷൻ 1ഉം 2ഉം കൂടെ അറ്റ് എ ടൈം പറ്റില്ല. പക്ഷേ വേറൊരു പോസിബിലിറ്റി, വേറൊരു രീതിയിലുണ്ട്. ഇപ്പം 3 എന്ന് പറഞ്ഞാൽ നോക്കിയേ, എയിൽ നിന്ന് റിലേഷൻ വന്നിട്ടുണ്ട്, ബിയിൽ നിന്ന് റിലേഷൻ വന്നിട്ടുണ്ട്, എന്താ എയിൽ നിന്ന് ബിയിൽ നിന്ന് റിലേഷൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പോസിബിൾ. അത് പോസിബിളാണ്, പക്ഷെ തിരിച്ച് പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഫങ്ഷൻ ഓഫ് എ എന്ന് പറയുന്ന ഏതാണ്, എ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഇൻപുട്ട്. നമ്മളൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, എനിക്കപ്പോൾ എത്ര കിട്ടി, 3 കിട്ടി. അതായത് എൻ്റെ ഇൻപുട്ട് എ ആയിരുന്നു, ഞാനൊരു ഫംഗ്ഷനിലോട്ട് കൊടുത്തു, ഔട്ട്പുട്ട് 3 കിട്ടി. ഇനി ബി, അടുത്ത ഇൻപുട്ട് എൻ്റെ ബി ആണ്, അതിലോട്ട് ഞാൻ ഈ ഫംഗ്ഷനെ കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് എത്ര കിട്ടി, 3 കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സി ഇൻപുട്ടാക്കി കൊടുത്തു,
ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, എത്ര കിട്ടി? 5 കിട്ടി. നെക്സ്റ്റ് ഡി ഇൻപുട്ടാക്കി കൊടുത്തു, ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, എത്ര കിട്ടി? 1 കിട്ടി. സോ ദിസ് ഈസ് ദ ബേസിക്സ് ഓഫ് ഫങ്ഷൻസ്. സോ ഇനിയിപ്പം നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എക്സും വൈയും. കാരണം എക്സ് എഴുതിയിട്ടുണ്ട്, ഇവിടെ വൈ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് ഓരോരോ റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് 2 സെറ്റ് എക്സും വൈ എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടെ എക്സിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? എം ആണ്. വൈൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എൻ ആണ്. സോ അന്നേരം ഇതിനകത്ത് ടോട്ടൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ടോട്ടൽ എത്ര റിലേഷൻസ് ഇതിൻ്റെ ഇടയ്ക്ക് ഫങ്ഷൻസ്, അതായത് റിലേഷൻസ് അല്ല, എത്ര ഫങ്ഷൻസ് ഇതിൻ്റെ ഇടയ്ക്ക് പോസിബിൾ ആണ്, എക്സിൽ നിന്ന് വൈയിലേക്ക് ടോട്ടൽ എത്ര ഫങ്ഷൻസ് പോസിബിൾ ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് പല ഫങ്ഷൻസ് പോസിബിൾ ആണല്ലോ, അത് ടോട്ടൽ മൊത്തത്തിൽ എത്ര ഫങ്ഷൻസ് പോസിബിൾ ആണെന്ന് നോക്കാനുള്ള ഇക്വേഷൻ എൻ റേസ് ടു എം എന്ന് പറയുന്നത്. എന്താണ് എൻ റേസ് ടു എം? എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് y and m is number of elements of x. So total functions possible from x to y is n raised to m. സോ ഇപ്പം നമ്മൾ ഡൊമൈനും റേഞ്ചും ഒക്കെ പറഞ്ഞു. ഇനിയിപ്പം വേറെ രീതിയിൽ നമുക്കെന്നെ പറയാം, ഇമേജ് എന്നൊക്കെയുള്ള രീതിയിൽ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, വെൻ എ ബി ഈസ് ആൻ ഓർഡേഡ് പെയർ ഇൻ ദ ഫംഗ്ഷൻ. അതായത് നമുക്ക് ഒരു എ ബി, നമ്മൾ ഓർഡേഡ് പെയറിനെ പറ്റി പഠിച്ചായിരുന്നല്ലോ, എ ബി എന്നാണ് ഓർഡേഡ് പെയർ. എയിലോട്ട് ഞാനൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, എനിക്ക് റിസൾട്ട് ബി എന്ന് കിട്ടി. ഇവിടെ നമ്മൾ വേറെ രീതി ഡൊമൈനും റേഞ്ചും പറഞ്ഞ പോലെ തന്നെ പറ്റും. ഇതിൽ ബി ഈസ് കോൾഡ് ദി ഇമേജ് ഓഫ് എ അണ്ടർ എഫ്. ബി എന്ന് പറയുന്നത്, അതായത് ഈ ഭാഗത്ത് വരുന്നത്, അതായത് എക്സ് വൈ ആണെങ്കിൽ വൈയിൽ വരുന്ന ബി എന്ന് പറയുന്നത് ഈസ് കോൾഡ് ദി ഇമേജ് ഓഫ് എ. എയുടെ ഒരു ഇമേജ് ആണ് ബി അണ്ടർ ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അന്നേരം എന്നിട്ട് വേറെ ആസ് എ ഈസ് എ പ്രീ ഇമേജ് ഓഫ് ബി. ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്നത് ബിൻ്റെ പ്രീ ഇമേജ് എന്നും ബി എന്ന് പറയുന്നത് ഇമേജ് ഓഫ് എ അണ്ടർ എഫ്. ഇതാണ് 2 വാക്കുകളെന്ന് പറയുന്നത്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഇത് ചെയ്താണ്. ഇമേജ് ആൻഡ് പ്രീ ഇമേജ്, വെർ ബി ഈസ് കോൾഡ് ദി ഇമേജ് ഓഫ് എ അണ്ടർ എഫ് ആൻഡ് എ ഈസ് കോൾഡ് ദ പ്രീ ഇമേജ് ഓഫ് ബി. സോ നെക്സ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു, ഓക്കെ, എന്താണ് ഡൊമൈന്, റേഞ്ച്, അതെല്ലാം പറഞ്ഞായിരുന്നു. ഇനിയിപ്പം നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എ ഈസ് ഈക്വൽ ടു 1 2 3, ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് വൈ സെഡ്, എഫ് ഈസ് ഈക്വൽ ടു 1 w 2 x 3 x ഇസ് എ ഫംഗ്ഷൻ ആൻഡ് കോൺസിക്വൻ്റ്ലി റിലേഷൻ ഫ്രം എ ടു ബി. ഒക്കെ 2 റിലേഷൻ കൊടുത്തിട്ടുണ്ട്, ആ റിലേഷൻസ് ബട്ട് നോട്ട് ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി. സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് എ തന്നിട്ടുണ്ട്, 1 2 3, ബി തന്നിട്ടുണ്ട്. ഇനി എന്താണ്? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എന്താണ്? 1 w 2 x 3 x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ 2 റിലേഷൻസ് തന്നിട്ടുണ്ട്, R1ഉം R2ഉം. പക്ഷേ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പം ഈ R1ഉം R2 എന്ന് പറയുന്ന റിലേഷൻസ് ആണ്, പക്ഷേ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഫങ്ഷൻസ് അല്ല. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മളിവിടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്? വൺസ് നമുക്ക് റിലേഷൻസ് തന്നിട്ട് അത് ഫങ്ഷൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പം ചോദിക്കും, ഒരു ഫസ്റ്റ് പാർട്ടിൽ ചിലപ്പം. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ പ്രോബ്ലം പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പം ഫംഗ്ഷന് 2, ഞാൻ മുമ്പേ പറയാൻ വിട്ടുപോയി, 2 കാര്യങ്ങളാണ് നോക്കണ്ടേ. ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ 3 വാല്യൂസ് ഉണ്ട്, എക്സ് വൈ ഇസഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ 1 2 3 ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എക്സിലുള്ള എല്ലാ എലമെൻസിനും ഒരു ഇമേജ് വൈയിൽ കണ്ടിരിക്കണം. അതായത് ഒന്നാമത്തെ പ്രോപ്പർട്ടി അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ എക്സിനും വൈക്കും ഇസഡിനും ഈ എല്ലാ എലമെൻസിനും എന്തുണ്ടായിരിക്കണം? ഇവിടെ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് എക്സിന് 1, വൈക്ക് 2, ഇസഡിന് 3 എന്ന് വിചാരിച്ചോ. ഇത് ഒരു ഫംഗ്ഷനാണ്. ഇനി വിചാരിക്കുക, ഞാൻ അവിടെ പറഞ്ഞിരുന്നു എക്സിന് ഞാൻ 1ഉം കൊടുത്തു 2ഉം കൊടുത്തു. ദിസ് ഈസ് നോട്ട് പോസിബിൾ. അത് പോസിബിൾ അല്ല. എക്സിന് ഒരു ഇമേജ്, ഇവിടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. അന്നേരം ഇതൊരു ഫംഗ്ഷൻ അല്ല. അപ്പോൾ എക്സിന് 1 കൊടുക്കാം, ഇസഡിന് 2 കൊടുക്കാം, വൈക്ക് 3യും കൊടുക്കാം. അത് പോസിബിളാണ്. ഇനി അഡീഷണലായിട്ട് ഇവിടെ ഒരു എലമെൻറ്റ് 4 ഉണ്ടെന്ന് വിചാരിച്ചു, അത് അവിടെ അഡീഷണലായിട്ട് ഇരുന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഒരൊറ്റ റൂളേ ഉള്ളൂ, എക്സിലുള്ള എല്ലാ എലമെൻസിനും ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. പിന്നെ എക്സിന് ഒരു യുണീക്ക് ഇമേജ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ അതായത് ഇവിടുത്തെ എല്ലാത്തിനും എന്താണ് റിലേഷൻസ് വരണമെന്നില്ല. ഇവിടെ വീണ്ടും വരാം, 4 5 6 വീണ്ടും വരാം. അവിടെ എല്ലാത്തിനും റിലേഷൻസ് ഉണ്ടായിരിക്കണമെന്നില്ല. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫംഗ്ഷനെ നോക്കേണ്ട പ്രോപ്പർട്ടി. അപ്പം ആദ്യത്തെ നോക്കുക. ഇപ്പം ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു, 1 w 2 x 3 x, അത് എയിൽ നിന്ന് ബിയിലോട്ടുള്ളൊരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം നമുക്ക് വരച്ച് നോക്കാം. 1 2 3 w x y z ആദ്യത്തെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ ആയെന്ന് നോക്കാം.
1ൽ നിന്ന് ഡബ്ല്യൂയിലോട്ടുണ്ട്, 2ൽ നിന്ന് എക്സിലോട്ടുണ്ട്, 3ൽ നിന്ന് എക്സിലോട്ടുണ്ട്. ഓക്കെ, അത് പോസിബിൾ ആണല്ലോ. ദിസ് ഈസ് എ ഫംഗ്ഷൻ. കാരണം എല്ലാത്തിനും എന്ത് വന്നിട്ടുണ്ട്, ഒരു ഇമേജ് വന്നിട്ടുണ്ട്. 1ന് W, 2നും 3ക്കും എക്സ്. ഞാൻ പറഞ്ഞത് 2ന് എന്താണ് എക്സും ഇസഡ് എക്സും വൈയും കൂടെ പറ്റത്തില്ല. ഇത് പോസിബിളാണ്. അതായത് രണ്ട് പേർക്ക് ഒരു എലമെൻറ്റിന് അവിടെ എടുക്കാൻ പറ്റും, പക്ഷേ ഒരാൾക്ക് 2 എലമെൻറ്റിന് അപ്പുറത്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് പോസിബിളാണ്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് നോക്കാം. ഇത് 1W 2x അതൊരു റിലേഷനാണ്, പക്ഷെ ഫങ്ഷൻ അല്ല. എന്തുകൊണ്ടാണ്? 1 2 3 W x y z. 1ൽ നിന്ന് ഡബ്ല്യൂയിലോട്ട് കൊടുത്തു, 2ൽ നിന്ന് എക്സ് എന്ന് കൊടുത്തു. അന്നേരം ഇതൊരു റിലേഷനാണെന്ന് പറയാം. എന്തുകൊണ്ടാണ് ഫങ്ഷൻ അല്ലാത്ത? 3ക്ക് ഒരു ഇമേജ് ഇപ്പുറത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ. അതാണ് അത് ഫങ്ഷൻ അല്ലാത്തതിൻ്റെ റീസൺ. നെക്സ്റ്റ് 1 2 3 W x y z. ഇത് നോക്കാം. 1W 2W 2x. ഇത് പോസിബിളാണോ? 2ന് W വന്നു, എക്സും വന്നു. അങ്ങനെ വരാൻ പാടില്ല. അന്നേരം W എക്സും രണ്ടെണ്ണം, ഒന്നെങ്കിൽ W അല്ലെങ്കിൽ എക്സ് വരാൻ പാടുള്ളൂ. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് എ ഫങ്ഷൻ. സോ ഇങ്ങനെയാണ് ഫങ്ഷനാണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വേറൊരു പ്രോബ്ലം കൂടെ അങ്ങ് ചെയ്യാം. അതായത് ഇതിന് എത്ര റിലേഷൻസ് പോസിബിൾ ആണോ എന്നുള്ള പ്രോബ്ലം. അതായത് A to Bയിൽ എത്ര റിലേഷൻസ് അല്ല ഫങ്ഷൻസ് പോസിബിൾ ആണെന്ന് നോക്കാം. Bയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4. Aയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3. അപ്പം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ B is 4 ആൻഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ A is 3. സോ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? n raised to m, വിച്ച് ഈസ് n എന്ന് പറയുമ്പം 4, m എന്ന് പറയുമ്പം 3. ബിയിൽ 4, n എന്ന് പറയുന്നത് B ആണ്, m എന്ന് പറയുന്നത് A ആണ്. 4 raised to 3 വിച്ച് ഈസ് 64. സോ ഇതാണ് 64 ഫങ്ഷൻസ് ഈസ് പോസിബിൾ ബിറ്റ്വീൻ A to B. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. വേറെ രീതിയിൽ ടെക്സ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്ത് കണ്ടായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചിരിക്കാം, വാട്ട് ഈസ് ദിസ്, ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇതിൻ്റെ അർത്ഥം എന്താ? n raised to m തന്നെയാണ്. അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ B എന്ന് പറയുന്നതാണ് n, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ A ഈ സിമ്പിളിനാണ് m. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇത് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇതിൻ്റെ അർത്ഥം n raised to m തന്നെയാണ്. തിരിച്ചു ചോദിച്ചാൽ എന്തോ ചെയ്യും? ഫ്രം B to A എന്ന് ചോദിച്ചാൽ എന്തോ ചെയ്യും? B to A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചെഴുതണം, m raised to n അല്ലേ? ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞ ഇക്വേഷൻസ്. അത് തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് ചെയ്യുക. A to B ചോദിക്കുകയാണെങ്കിൽ n raised to m. സോ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 4 raised to 3, 3 raised to 4 എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഒരു പ്രോബ്ലം ആയിരുന്നത്. B raised to A എന്ന് പറയുന്നത് 64ഉം A to Bയിൽ തിരിച്ച് വരുമ്പോൾ B to Aയിൽ വരുമ്പം 3 raised to 4ഉം. ഓക്കെ, നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷനെ പറ്റി പറയാം. ഞാൻ ഫങ്ഷൻസിനെ പറ്റി എന്താ പറഞ്ഞാൽ, ഇവിടെയുള്ള എല്ലാ എലമെൻറ്റ്സിനും ഇവിടെ എന്തുണ്ടായിരിക്കണം? ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു എലമെൻറ്റിന് 2 ഇമേജസ് വരാൻ പാടില്ല. ഇനി നെക്സ്റ്റ് ഫങ്ഷൻസ് ആണ് 1-to-1 ഫംഗ്ഷൻ, ഓൺ-ടു ഫംഗ്ഷൻ ആൻഡ് ബൈജക്ഷൻ. സോ 1-to-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള, അതായത് ഈ ഭാഗത്തുള്ള എല്ലാ എലമെൻറ്റ്സിനും ഇവിടെ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇനി 1-to-1ൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ എലമെൻറ്റ്സിനും എന്തുണ്ടായിരിക്കണമെന്നില്ല, ഒരു റിലേഷൻ ഉണ്ടായിരിക്കണമെന്നില്ല. ഒരൊറ്റ നിർബന്ധമേ ഉള്ളൂ, എല്ലാ എലമെൻറ്റ്സിനും എന്താണ് യുണീക്കായിട്ടുള്ള ഒരു ഇമേജ് ഇവിടെ ഉണ്ടായിരിക്കണം. കണ്ടോ, ഇതിനിത്, പക്ഷേ അതായത് യുണീക്ക്, അതായത് ഇത് പോസിബിൾ അല്ല. അതായത് ഇത് ഇപ്പം 3 എലമെൻറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഇത് 1 2 3 4. ഓക്കെ, ഇതിന് 1 വന്നു, ഇതിന് 1 വന്നു, ഇതിന് 3 വന്നു. സോ ഇത് പോസിബിൾ അല്ല. അതായത് യുണീക്കായിട്ടായിരിക്കണം. അതായത് 1 ഒരാൾക്ക് മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. ഇവിടുത്തെ ഒരാൾ ഇവിടെ ഒരാൾക്ക് മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് ഇവിടുത്തെ ഒരാൾക്ക് 2 പേര് റിലേഷൻ കൊടുക്കാൻ പാടില്ല. അതാണ് 1-to-1 എന്ന് പറയുന്നത്. ഇനി ഓൺ-ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇപ്പം 1 2 3 1 2 3 4 എന്ന് വിചാരിച്ചോ. 4 ഇല്ല, 1 2 3 4 ഇവിടെ 1 2 3 എന്ന് വിചാരിച്ചോ. ഞാൻ 1നും 1ഉം കൂടെ റിലേഷൻ കൊടുത്തു. ഓക്കെ, 2ഉം 2ഉം കൂടെ റിലേഷൻ കൊടുത്തു, 3ഉം 2ഉം കൂടെ റിലേഷൻ കൊടുത്തു, 4ഉം 3ഉം കൂടെ റിലേഷൻ കൊടുത്തു. സോ ഇത്
ഓൺ 1-to-1 പോസിബിൾ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് 1-ന് യുണീക്കായിട്ടായിരിക്കണം ഇവിടുത്തെ റിലേഷൻ. ഇത് എന്തല്ലായിരുന്നു, ഇങ്ങനൊരു കാര്യം എവിടെ പോസിബിൾ അല്ലായിരുന്നു, 1-to-1 പോസിബിൾ അല്ലായിരുന്നു. പക്ഷേ ഇത് എവിടെ പോസിബിളാണ്, ഓൺ-ടൂയിൽ ഇത് പോസിബിളാണ്. പക്ഷേ ഓൺ-ടൂയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ബിയിലുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ടായിരിക്കണം, ഇങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അതാണ് ഓൺ-ടു എന്ന് പറയുന്നത്. ഇവിടെയുള്ള എല്ലാ എലമെൻസിനും ഇങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. പക്ഷേ 1-to-1 അത് നിർബന്ധമുണ്ടോ, ഇല്ല. ഒരാൾ ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുക, അയാൾക്ക് അവിടെ ഇപ്പുറത്തെ കണക്ഷൻ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ആൾക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം, പക്ഷേ ഇവിടെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പാടില്ല. പിന്നെ 1-to-1 എന്ന വേറെ ഡിഫറൻസ് എന്താണ്, ഇവിടെ അതായത് ഇൻഡിവിജ്വലായിട്ട് വേണം. അതായത് ഇവിടെ ഒന്നിൽ കൂടുതൽ പേർക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. ഇത് പോസിബിൾ അല്ല ഇവിടെ. അന്നേരം ഇതാണ് ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ബൈജക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്, 1-to-1 ഫങ്ഷൻസ് ആണ്. ഇനി എത്ര 1-to-1 ഫങ്ഷൻസ് ഉണ്ട്, ഒരു ഇപ്പോൾ എ ടു ബിയിൽ എത്ര 1-to-1 ഫങ്ഷൻസ് പോസിബിൾ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, P of Nm which is equal to n factorial by n minus m factorial. സോ ഈ ഇക്വേഷനാണ് നേരത്തെ പറഞ്ഞില്ലേ, നമ്പർ ഓഫ് ഫങ്ഷൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചില്ലായിരുന്നു, n⁻m. അതേപോലെ ഇവിടെ നമ്പർ ഓഫ് 1-to-1 ഫങ്ഷൻസ് ബിറ്റ്വീൻ എ ടു ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ഇനിയൊരു ഫങ്ഷൻ 1-to-1 ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ് a is equal to 1 2 3, b is equal to 1 2 3 4 5. നമുക്കിവിടെ എഴുതാം a is equal to 1 2 3, b is equal to 1 2 3 4 5. ഇത് എന്നിട്ട് ഇതാണ് നമ്മളുടെ രണ്ട് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് സെറ്റ്. ഇനി ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ പറഞ്ഞേക്കുന്നത്, 1 1 ഉണ്ട്, ഓക്കെ, 2 3 ഉണ്ട്, ഓക്കെ, 3 4 ഉണ്ട്. ഇതൊരു ഫംഗ്ഷനാണോ? യെസ് ആണ്. കാരണം എന്താ, എല്ലാം ഇൻഡിപെൻഡൻ്റാണ്. എല്ലാവർക്കും വേണമെന്ന് ഇവിടെ നിർബന്ധമില്ല. 2-നും 5-നും ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. എന്തേ പാടുള്ളൂ, ഇത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. 1-ൽ നിന്ന് 1-ലോട്ടും 2-ൽ നിന്ന് 3-ലോട്ടും 3-ൽ നിന്ന് 4-ലോട്ടും ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്തത് നോക്കാം. 1 2 3 ആയിരുന്നു. ഓക്കെ, 1 2 3 4 5. ഓക്കെ, നെക്സ്റ്റ് ജി എന്ന് പറയുമ്പോൾ 1-ൽ നിന്ന് 1-ലോട്ട്, 2-ൽ നിന്ന് 3-ലോട്ട്, വീണ്ടും 3-ൽ നിന്നും 3-ലോട്ട്. ഇത് പോസിബിൾ ആണോ, ഇതൊരു 1-to-1 ആണോ? അല്ല. ദിസ് ഈസ് ഓൾസോ നോട്ട് എ 1-to-1. ഇങ്ങനെയാണ് 1-to-1 ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരു ഇക്വേഷനകത്തിട്ട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ഇക്വേഷൻ, ഇതൊരു 1-to-1 ഫംഗ്ഷൻ ആണോ എന്ന് നമ്മൾ കണ്ടെത്തണം. സിമ്പിളായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഓരോരോ വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കുക. f of 0 ഇട്ട് കൊടുത്ത് നോക്കുക. എന്തായിരിക്കും കിട്ടുന്നത്, 3 × 0 + 7, 3 എത്രയാണ് 7 കിട്ടും. f of 1 ഇട്ട് കൊടുത്ത് നോക്കുക, 3 + 7 which is 10. സോ നമുക്കിത് കാണുമ്പോഴേ അറിയാം, ഏതൊക്കെ വാല്യൂസ് ഇട്ട് കൊടുത്താലും ഇതിനെന്താണ്, ഓരോ എക്സ് വാല്യൂസിനും ഇതിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കിട്ടുന്നത്. ഓരോ എക്സിനും ആ എഫ് ഓഫ് എക്സിൽ ഡിഫറെൻറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. ഇനി നോക്കിയേ, g of x is equal to x⁻⁴ - x. അവിടെ നോക്കിയേ, 0 ഇട്ട് കൊടുത്ത് നോക്കിയേ, 0 - 0⁻⁴ is 0, 0 - 0 is 0. ഇനി g of 1 കൊടുത്ത് നോക്കിയേ, 1⁴, എക്സിന് സ്ഥാനത്ത് 1 കൊടുത്തു, 1⁴ - 1 is 0. അപ്പം g of 0 എടുത്തപ്പോഴും g of 1 എടുത്തപ്പോഴും, എക്സിന് 0 എടുത്തപ്പോഴും 1 എടുത്തപ്പോഴും ഒരൊറ്റ വാല്യൂ കിട്ടിയത്. എന്താണ്, 0 ആണ് കിട്ടിയത്. ഇത് പോസിബിൾ ആണോ? അല്ല. 0-ക്കും 1-നും ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടിയാൽ മാത്രമേ അതെന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ, 1-to-1 എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് 1-to-1 കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതാ ഇക്വേഷൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, n⁻m⁴ വെച്ച് നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കുന്നു. ഇൻ ദിസ് വേയിൽ 1-to-1 ഫംഗ്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കുന്നു. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നിങ്ങൾ 1-to-1 ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ എന്താണ് ഓൺ ടു ഫംഗ്ഷൻ, ബൈജക്ഷൻ ഫംഗ്ഷൻസ് എന്നൊക്കെ ഓർക്കുക. ഇനി വരുന്ന ഒരു പ്രോബ്ലംസ് ഉണ്ട്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും ചോദിക്കുന്ന കോമ്പസിറ്റ് ഫംഗ്ഷൻസ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്നൊക്കെ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ.